ഗൈസ്, എനിക്ക് ക്യാമറ ഓണാക്കി സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ എന്തൊക്കെയാ പറയണേ, എനിക്കെന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇന്ന് മഴവിൽ മനോരമയിലെ മറിമായ എന്ന ഷോയിൽ ആക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അവിടുത്തെ സിറ്റുവേഷൻ. ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ ഒരു എപ്പിസോഡ് ഞാൻ അവരുടെ ചെയ്തു. ഇതെൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്ന് വ്ളോഗ് എടുക്കുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ ഗൈസ്, എനിക്ക് ക്യാമറ ഓണാക്കി സംസാരിക്കാൻ അറിയത്തില്ല. ഓക്കെ, ഞാൻ എന്തൊക്കെയാ പറയണേ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലെത്തി. ഞാൻ നേരെ പോയത് മേക്കപ്പ് റൂമിലോട്ട്. അവിടെ എല്ലാവരെയും കണ്ടു, കുറേ നേരം സംസാരിച്ചു. അത് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇത് ഞാൻ വാഷ്റൂമിൽ വെച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ആരെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടന്നപ്പോൾ എനിക്ക് കോൾ വന്നു, ഷോട്ട് റെഡിയായെന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരെ മേക്കപ്പ് റൂമിൽ പോയി. ഇതാട്ടോ എൻ്റെ മുടിയൊക്കെ കെട്ടിത്തന്ന ചേച്ചി. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഓക്കെ, അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്നു, എന്നിട്ടും എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ എടുത്തൊരു വീഡിയോ ആണിത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇത് നമ്മുടെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുള്ള വീടാണ്. മറിമായം കാണുന്നവർക്കൊക്കെ ഈ വീട് അറിയായിരിക്കും. ദേ ആ ഇരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം പ്യാരിച്ചേട്ടൻ. അങ്ങനെ കിടക്കേണ്ടി വരും. അവനവൻ്റെ കാര്യം അവനോ നോക്കി അവനവനും കൊള്ളാം, അത്രേ ഉള്ളൂ. ദേ ആ ഇരിക്കുന്നതാണ് മറിമായത്തിൻ്റെ സ്വന്തം ഡയറക്ടർ മിഥുൻ ചേട്ടൻ. ഓക്കെ, അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡെല്ലാം കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് ഇറങ്ങുമായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒന്ന് കാർത്തികേട്ടനെയോ മഞ്ജു ചേച്ചിയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ അവരെ. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്ന് കാണിക്കാനായിരുന്നു കേട്ടോ. വ്ളോഗ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇനി പോകുമ്പോൾ വ്ളോഗായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കാറിൽ കയറി സാധനങ്ങളൊക്കെ വെച്ചു. ഈ നല്ല കാര്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ മഴ പെയ്യുമെന്ന് പറയുന്നത് പോലെ എൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോഴും മഴ പെയ്തു. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അതെല്ലാം മാറ്റാനായിട്ട് നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യല്ലേ.